പ്രിയപ്പെട്ട കുട്ടികളെ, മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് എങ്ങനെ നമുക്ക് ജേണലിൽ നിന്നും ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് ജേണൽ എൻട്രികൾ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് നോക്കാം. അതായത് എങ്ങനെ പോസ്റ്റിംഗ് നടത്താമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 ജേണൽ എൻട്രികൾ തന്നിട്ടുണ്ട്. എങ്ങനെ ഇത് നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാം, എങ്ങനെ പോസ്റ്റിംഗ് നടത്താമെന്ന് നമുക്ക് നോക്കാം. എന്താണ് പോസ്റ്റിങ്ങിൻ്റെ റൂൾ? എന്താണ്? നമ്മൾ കണ്ടു, ഒരു ജേണൽ എൻട്രിയിൽ ഒരു ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടും ഒരു ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടും ഉണ്ടായിരിക്കും. ലെഡ്ജറിലുള്ള ഓരോ പേജിനും ഓരോ അക്കൗണ്ടിൻ്റെ പേര് നമ്മൾ നൽകണം. ഇവിടെ നമ്മൾ ഉണ്ടാക്കേണ്ട അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് 1 ക്യാഷ് അക്കൗണ്ട്, 2 ക്യാപിറ്റൽ അക്കൗണ്ട്, 3 പർച്ചേസ് അക്കൗണ്ട്, 4 ക്യാഷ് അക്കൗണ്ട് വീണ്ടും ഉണ്ടാക്കേണ്ടതില്ല, പിന്നീട് ഉണ്ടാക്കേണ്ടത് 4ാമതായിട്ട് സെയിൽസ് അക്കൗണ്ട്. ഇങ്ങനെ 4 അക്കൗണ്ടുകളാണ് ഇത്രയും ജേണൽ എൻട്രികളിൽ നിന്നും നമ്മൾ തയ്യാറാക്കേണ്ടത്. 1 ക്യാഷ് അക്കൗണ്ട്, 2 ക്യാപിറ്റൽ അക്കൗണ്ട്, 3 പർച്ചേസ് അക്കൗണ്ട്, 4 സെയിൽസ് അക്കൗണ്ട്. എന്താണ് പോസ്റ്റിങ്ങിൻ്റെ റൂള്? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ഡെബിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. അതായത് ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. എന്താണ് മറ്റൊരു റൂള്? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. അതായത് ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതണം. ആദ്യത്തെ ജേണൽ എൻട്രി നമ്മൾ എടുക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ആദ്യമായി നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് ഏതാണ്? അത് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അങ്ങനെ അക്കൗണ്ടിൻ്റെ മധ്യത്തിൽ നമ്മൾ അക്കൗണ്ടിൻ്റെ പേര് എഴുതി, ക്യാഷ് അക്കൗണ്ട്. ഇനി ഇത് പോസ്റ്റിംഗ് നടത്തുക. ഇത് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടാണ് അല്ലേ? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത്. എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്? എന്താണ് രേഖപ്പെടുത്തേണ്ടത്? അതിൻ്റെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആസ്പെക്റ്റ് ആണ് എഴുതേണ്ടത്. ഇത് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഡെബിറ്റ് സൈഡിലേ എഴുതാൻ പാടുള്ളൂ. എന്താണ് എഴുതേണ്ടത്? അതിൻ്റെ ക്രെഡിറ്റ് ആണ് എഴുതേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ എഴുതുന്നത് ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ എന്ന് നമ്മൾ രേഖപ്പെടുത്തണം. ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. ഏതാ ഡെബിറ്റ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റായ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തണം. പിന്നീട് നമ്മൾ അതിൻ്റെ എമൗണ്ട് രേഖപ്പെടുത്തി, അതുപോലെ തന്നെ തീയതി രേഖപ്പെടുത്തി. അപ്പോൾ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൽ പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞു. ഇനി ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ? ഏതാ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട്? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്. അക്കൗണ്ടിൻ്റെ മധ്യത്തിൽ ക്യാപിറ്റൽ എന്ന് രേഖപ്പെടുത്തി. ഇത് ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഏത് സൈഡിലാണ് പോസ്റ്റിംഗ് നടത്താൻ പാടുള്ളൂ? ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിലേ പോസ്റ്റിംഗ് നടത്താൻ പാടുള്ളൂ. ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ പോസ്റ്റിംഗ് നടത്താൻ പാടുള്ളൂ. എന്താണ് അവിടെ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്? ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡെബിറ്റിൻ്റെ പേര് എഴുതണം. അതിൻ്റെ ഡെബിറ്റ് ഏതാ? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ്, അല്ലെങ്കിൽ ആ ജേണൽ എൻട്രിയിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടാണ്. അതുകൊണ്ട് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് നമ്മൾ രേഖപ്പെടുത്തണം. ക്യാഷ് അക്കൗണ്ട്. തുടർന്ന് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ടും അതുപോലെ തന്നെ ഡേറ്റും രേഖപ്പെടുത്തുക. ഡേറ്റ് 2018 ജനുവരി 1 എന്ന് രേഖപ്പെടുത്തുക. ഇനി മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കേണ്ട അക്കൗണ്ട് ഏതാണ്? പർച്ചേസ് അക്കൗണ്ടാണ്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ മധ്യത്തിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തി. പർച്ചേസ് അക്കൗണ്ട് ഇത് ഏത് അക്കൗണ്ടാണ്? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടാണോ നോക്കുക. യെസ്, ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏത് സൈഡിലേ എഴുതാൻ പാടുള്ളൂ? ഡെബിറ്റ് സൈഡിലേ എഴുതാൻ പാടുള്ളൂ. എന്താണ് എഴുതേണ്ടത്? ആ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ആസ്പെക്റ്റിൻ്റെ പേരാണ്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരാണ്. പർച്ചേസ് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ക്രെഡിറ്റ്
ഏതാണോ ഈ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ്, ആ ക്രെഡിറ്റാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ് അതിൻ്റെ ക്രെഡിറ്റ് വരിക? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ് അല്ലേ. അതുകൊണ്ട് അവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തി. തുടർന്ന് ഡേറ്റും അതുപോലെ തന്നെ എമൗണ്ടും നമ്മൾ രേഖപ്പെടുത്തുക. ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതണം. ഇനി ക്യാഷ് അക്കൗണ്ടാണ് എടുക്കേണ്ടത്. ക്യാഷ് അക്കൗണ്ട് നിലവിൽ ഉണ്ട് അല്ലേ. നിലവിലൊരു ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. ഒരു പേരുള്ള ഒരു അക്കൗണ്ടേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ക്യാഷ് അക്കൗണ്ടിന് വേണ്ടി ഒരു അക്കൗണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ക്യാഷ് അക്കൗണ്ട് എടുക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ക്രെഡിറ്റ് ആണ് അല്ലേ. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എന്താണ് എഴുതുക? ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തണം. എന്താ രേഖപ്പെടുത്തേണ്ടത്? ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡെബിറ്റ് എഴുതണം. ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡെബിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? പർച്ചേസ് അക്കൗണ്ട് എന്നാണ് വരിക. പർച്ചേസ് അക്കൗണ്ട് എമൗണ്ട് 2000 തീയതി എഴുതുക. എമൗണ്ട് 2000 അതുപോലെ തീയതി 2018 ജനുവരി 1. അങ്ങനെ 2018 ജനുവരി 2 ആണ് കേട്ടോ. ഡേറ്റ് അവിടെ തെറ്റുണ്ട്. 2018 ജനുവരി 2 എന്ന് അവിടെ രേഖപ്പെടുത്തുക. അങ്ങനെ രണ്ടാമത്തെ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്തു. എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റായ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി. ഇനി ക്യാഷ് അക്കൗണ്ട് എടുക്കുക. ക്യാഷ് അക്കൗണ്ട് നിലവിലുള്ള അക്കൗണ്ടാണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡെബിറ്റായ പർച്ചേസ് അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തുക. ഇനി അവസാനത്തെ അക്കൗണ്ട് നമ്മൾ എടുക്കുകയാണ്. അവസാനത്തെ ജേണൽ എൻട്രി എടുക്കുകയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് നിലവിലുള്ള അക്കൗണ്ടാണ് അല്ലേ. ക്യാഷ് അക്കൗണ്ട് നിലവിലുള്ള അക്കൗണ്ടാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഒരു ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതില്ല. എല്ലാ ക്യാഷ് ഇടപാടും രേഖപ്പെടുത്താൻ വേണ്ടി ഒരു ക്യാഷ് അക്കൗണ്ട് മതി. ഇനി ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തെഴുതണം? അതിൻ്റെ ക്രെഡിറ്റ് എഴുതണം. ഏതാ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ്? ഈ മൂന്നാമത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് സെയിൽസ് അക്കൗണ്ടാണ്. എമൗണ്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ തീയതി രേഖപ്പെടുത്തുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് രേഖപ്പെടുത്തി. ഇനി അവസാനത്തേത് സെയിൽസ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കണം. സെയിൽസ് അക്കൗണ്ട് അങ്ങനെ ഒരു അക്കൗണ്ട് നമ്മൾ വരച്ചു. അതിൻ്റെ മധ്യത്തിൽ സെയിൽസ് അക്കൗണ്ട് എന്ന തലക്കെട്ട് നൽകി. ഇവിടെ സെയിൽസ് അക്കൗണ്ട് എന്തായിട്ടാണ് വരുന്നത്? സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സെയിൽസ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലേ എഴുതാൻ പാടുള്ളൂ? സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലേ എഴുതാൻ പാടുള്ളൂ. എന്താണ് എഴുതേണ്ടത്? അതിൻ്റെ ഡെബിറ്റ് ആസ്പെക്റ്റ് ഏതാണോ അതാണ് എഴുതേണ്ടത്. ഈ സെയിൽസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ആസ്പെക്റ്റ് ചെയ്ത് ക്യാഷ് അക്കൗണ്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം? നമ്മൾ സെയിൽസ് അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തണം. ക്യാഷ് അക്കൗണ്ട് നമ്മൾ എവിടെ എഴുതേണ്ടത്? സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ക്യാഷ് അക്കൗണ്ട്. എമൗണ്ടും അതുപോലെ തന്നെ തീയതിയും രേഖപ്പെടുത്തുക. ഇതുപോലെയാണ് പോസ്റ്റിംഗ് നടത്തുക. എങ്ങനെ പോസ്റ്റിംഗ് നടത്തുക? ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതുക. ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡെബിറ്റ് എഴുതുക. ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റിനെ എഴുതുക. ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡെബിറ്റിനെ രേഖപ്പെടുത്തുക. ഇതറിയുമെങ്കിൽ പോസ്റ്റിംഗ് എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു.